PM മാതിര അഡ്വക്കേറ്റ് PM മാതിര നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി PM മാതിര, ഇപ്പോൾ നീതിപീഠം ശ്യാമിലിക്കൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ ഇനി എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഈ ബെയിലിനെ സംബന്ധിച്ച് ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക? നിയമപരമായിട്ട് എന്ത് വിധിയിലേക്കായിരിക്കും ഈ കേസിൽ കോടതി എത്തുകയെന്നാണ് മനസ്സിലാക്കുന്നത്? വളരെ സന്തോഷം. കാരണം അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു എന്നൊക്കെ ഉള്ളത് ജൂനിയർ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം, അഭിഭാഷക സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടായിട്ടുള്ള വാർത്ത തന്നെയാണ്. പൊതുവിലൊരു നിയമപീഠത്തിന് മുന്നിൽ അഭിഭാഷകർക്ക് പ്രത്യേകം പ്രിവിലേജ് ഒന്നുമില്ല. സാധാരണ ഒരു മനുഷ്യർക്ക് ലഭിക്കുന്ന അതേ പ്രിവിലേജ് മാത്രമേ ഒരു അഭിഭാഷകനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുള്ളൂ. എല്ലാ നിലയ്ക്കും ലൂപ്ഹോളുകളൊക്കെ അടച്ചുകൊണ്ടുള്ള അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭാഗമായിട്ടുണ്ടാവും നമ്മൾ കരുതുന്നു. പ്രോസിക്യൂഷനും അതിശക്തമായിട്ട് ബെയിലിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. ആദ്യം തൊട്ട് തന്നെ പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിട്ടുള്ള തിരുവനന്തപുരത്തെ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ലീഡർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് T. ഗീനാകുമാരിയാണ്. അതുകൊണ്ട് തീർച്ചയായും പ്രോസിക്യൂഷനും അതിശക്തമായിട്ട് അതിനെ എതിർക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിയമത്തിന്റെ എല്ലാ രീതിയിലുള്ള വഴികളിലൂടെയും അദ്ദേഹം സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹം ചെയ്ത കുറ്റത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവുക. ആ വഴികളിലൂടെ അദ്ദേഹം നടക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അഡ്വക്കേറ്റ്, അതിന് നമ്മൾ കുറച്ചു മുമ്പേ ശ്യാമിലിയുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ശ്യാമിലിയോട് ഞാൻ ചോദിച്ചിരുന്നു, പൊതുവെയുള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ, ജൂനിയർ സീനിയർ കാര്യം, അതായത് ആ പാട്രിയാർക്കി സിസ്റ്റം അവിടെ അതിഭീകരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പല സംഭവങ്ങളിലും നമ്മൾ ഇതിനു മുമ്പും നമ്മുടെ സുഹൃത്തുക്കളായ അഭിഭാഷകരിൽ നിന്ന് അറിഞ്ഞതുമാണ്. അപ്പം അതിലൊരു മാറ്റം വരും, അതൊരു ചെറിയ ചേഞ്ച് ഈ കേസ് കൊണ്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തെ സെൽഫ് ക്രിറ്റിക്കലായിട്ട് ആളുകൾ എടുക്കേണ്ടത് ആ നിലയ്ക്കാണ്. സ്വന്തം ഓഫീസുകൾക്കകത്ത് എങ്ങനെയാണ് ജൂനിയേഴ്സിനോട് പെരുമാറേണ്ടത്, ആ പെരുമാറുന്നതിൽ ജനാധിപത്യ കുറവുണ്ടോ, ഇനി അവരെ തിരുത്തേണ്ടതാണെങ്കിലും അതിനുപയോഗിക്കേണ്ട ഭാഷ, അതിന്റെ രീതികൾ ഈ കാലത്ത് ഇങ്ങനെയാണോ വേണ്ടത് എന്ന് ആലോചിക്കേണ്ടുന്ന ഒരു അവസരം കൂടിയാണത്. അതിനൊരു ഗുരുകുല സമ്പ്രദായമൊന്നും അല്ലല്ലോ. കാലം മാറിയില്ലേ, ജനാധിപത്യത്തിന്റെ കാലത്തല്ലേ ജീവിക്കുന്നത്. ഏറ്റവും മാതൃകാപരമായിട്ട് കൊണ്ടുപോകേണ്ട ഇടങ്ങളല്ലേ അഡ്വക്കേറ്റ്സിന്റെ ഓഫീസ്. അപ്പൊ അവിടെ എങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ളത് സെൽഫ് ക്രിട്ടിക്കലി ഞാൻ ഉൾപ്പെടെ അഭിഭാഷക സമൂഹം ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയും വിധം എങ്ങനെയാണ് ഈ സ്റ്റൈപ്പൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ എങ്ങനെയാണ് നീക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അഭിഭാഷകർക്ക്, പ്രത്യേകിച്ച് വനിതാ അഭിഭാഷകർക്ക് പോഷ് ആക്ട് പ്രകാരമുള്ള ഇന്റേണൽ കമ്മിറ്റികൾ, ബാർ അസോസിയേഷനുകൾ ഉണ്ടാക്കുന്നില്ല. അത് ഉണ്ടാക്കുന്നതിന് പല തടസ്സം പറയുന്നു. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിനെ മറികടക്കാൻ കഴിയും വിധം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത് ഗവൺമെന്റ് നിയമവകുപ്പ്. അതാണ് ഈ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കിടയിൽ പോലും ഈ ഒരു ഇന്റേണൽ കമ്മിറ്റി സംവിധാനം പോലും ഇല്ല എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരം സംവിധാനങ്ങളിലേക്ക് അത്തരം പറഞ്ഞോളൂ. അഡ്വക്കേറ്റ് ആതിരയുടെ കോൾ കട്ടായി. ഷിജോ കുര്യൻ വീണ്ടും ചേരുന്നുണ്ട്. ഷിജോ, നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്ങനെയൊക്കെ സംരക്ഷിക്കും ബെയിലിനെ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് ആതിര പറഞ്ഞു വെച്ചത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് അവിടെ ഇത്തരത്തിലുള്ള കംപ്ലൈന്റുകൾ പറയാൻ പോലും ഒരു കമ്മിറ്റിയോ ഇല്ലെങ്കിൽ ഇത് ആരോട് പറയണം എന്നുപോലും ജൂനിയർ അഭിഭാഷകർക്ക് അറിയാത്തൊരു സാഹചര്യമുണ്ട്. അത് വഞ്ചിയൂർ കോടതിയെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമല്ല, അത് കേരളത്തിൽ ഒട്ടാകെ നിലനിൽക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഈ കേസ് കൊണ്ടാകും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? അവിടുത്തെ അഡ്വക്കേറ്റ്സിനെ, ശ്യാമിലിക്കൊപ്പം നിൽക്കുന്ന ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ധന്യ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതൊരു ബാർ ആൻഡ് ബെഞ്ച് സംവിധാനമാണ്. ഈ ബാർ ആൻഡ് ബെഞ്ച് സംവിധാനം എന്ന് പറയുമ്പോൾ കേരളത്തിലെ എവിടെയുമുള്ള ഒരു കോടതിയിലും ഈ പറയുന്ന പോലെ ഒരു ഇന്റേണൽ കമ്മിറ്റി ഇല്ല, IC ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജൂനിയർ അഭിഭാഷകർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ അവർ ആരോട് പോയി പറയും എന്നുള്ള ചോദ്യമൊക്കെയുണ്ട്. അത് പലയിടങ്ങളിലും അത് അവിടെ വെച്ച് തന്നെ ഒതുക്കി തീർക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കോടതികളിൽ നിന്ന് കണ്ടുവരുന്നതാണ്. കഴിഞ്ഞ ദിവസം നിയമമന്ത്രി കൂടിയായിട്ടുള്ള P. രാജീവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അഭിഭാഷകർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ അവർ ഒറ്റക്കെട്ടായി നിൽക്കും. അത് പല കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അടുത്ത കാലത്ത് തന്നെ തനിക്കടക്കം അനുഭവം പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ അഭിഭാഷകർ ഒറ്റക്കെട്ടായി നിൽക്കും. ഇവിടെ ഒരു കാര്യം ഉണ്ടായപ്പോൾ ഈ അഭിഭാഷകർ, ജൂനിയർ അഭിഭാഷകയ്ക്ക്, വനിതാ അഭിഭാഷകയ്ക്ക് ഇത്തരത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ പ്രതിയെ പോലും സംരക്ഷിച്ചുകൊണ്ട് കുറേയധികം അഭിഭാഷകർ രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്നലെ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോഴായാലും അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുമ്പിലേക്ക് കൊണ്ടുപോയപ്പോഴാണെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോഴായാലും വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഈ പ്രതിയെ ഇന്നലെ കൊണ്ടുപോയപ്പോഴാണെങ്കിലും
ഒക്കെ കുറേയധികം അഭിഭാഷകർ വന്നപ്പോൾ ഞങ്ങൾ നിനക്കൊപ്പമുണ്ട്, നീ ധൈര്യമായി ഇരിക്കൂ, സങ്കടപ്പെടേണ്ട, അന്ന് ആശ്വസിപ്പിക്കുകയും പ്രതി ബൈലൻദാസ് കരഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും ചെയ്ത കുറേയധികം അഭിഭാഷകരുണ്ട്. അവരിൽ എത്ര പേർ ഈ പറയുന്ന ശ്യാമിലിക്കൊപ്പം നിന്നു എന്നുള്ളത് കേരള സമൂഹം കാണുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ ഈ പ്രതിയെ ആ സംഭവം നടന്ന് 2 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നിട്ടും അവിടെ വള്ളക്കടവ് മുരളി എന്ന് പറയുന്ന ബാർ അസോസിയേഷൻ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇവിടെ പോലീസിന് തടസ്സം നിന്നുകൊണ്ട് ഈ പ്രതിക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഈ പ്രതിക്ക് വേണ്ടി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുന്നു. നമ്മളടക്കം പറയുന്നുണ്ട് ഈ പ്രതി തിരുവനന്തപുരം ജില്ല വിട്ടിട്ട് എവിടേക്കും പോയിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു, കഴക്കൂട്ടത്ത് സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അതിനിടയിൽ സ്വന്തം പൂന്തുറയിലെ വീട്ടിലേക്ക് വന്ന് അവിടുന്ന് സഹോദരന്റെ വാഹനവുമായിട്ട് പോകുന്നതിനിടയിലാണ് തുമ്പ പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഈ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഈ പ്രതിക്ക് വേണ്ടി വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ബാർ അസോസിയേഷൻ തന്നെ ഉണ്ടായിരുന്നു. അതായത് ബാർ അസോസിയേഷന്റെ ഇന്നലെ നടന്ന യോഗത്തിൽ ഈ പ്രതിക്കെതിരെ എടുത്ത നടപടി എത്രയും പെട്ടെന്നെടുത്ത സസ്പെൻഡ് അടക്കമുള്ള നടപടി കടുത്തുപോയി. അത് എടുത്തിയാടിയുള്ള തീരുമാനമാണ്, അല്ലെങ്കിൽ അങ്ങനെ നടപടി സ്വീകരിക്കേണ്ടതില്ലായിരുന്നു എന്നുള്ള വാദം പോലും ബാർ അസോസിയേഷന്റെ യോഗത്തിലടക്കം ഉയർന്നു വന്നതാണ്. അപ്പോൾ ഈ പ്രതി ഈ പറയുന്ന അഭിഭാഷക സമൂഹം ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ നിൽക്കുന്നതെന്നുള്ള ചോദ്യങ്ങൾ കൂടി ഇതിനിടയിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് ശ്യാമിലിക്ക് ഈ ഒരു ദിവസം ഈ ഒരു സംഭവത്തിന് പിന്നാലെ നീതി കിട്ടി എന്നുള്ളത് നിസ്സംശയം തർക്കമില്ലാതെ പറയാം. ഇന്നൊരു ദിവസം പ്രതി ബൈലൻദാസ് അകത്ത് കിടക്കേണ്ടി വരും, അടിക്കുള്ളിൽ കിടക്കേണ്ടി വരും എന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ്. അതിനകത്ത് എന്തൊക്കെ പറഞ്ഞാലും പ്രതി നിയമപരിജ്ഞാനമുള്ള ആളാണ്, സാക്ഷികളെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആളാണ്. അതൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അതടക്കമുള്ള കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രതിക്ക് ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തുകൊണ്ട് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നൊരു ദിവസം ഈ പറയുന്ന പ്രതി കഴിഞ്ഞ ചൊവ്വാഴ്ച വരെ കറുത്ത കോട്ടിട്ട് കോടതിയിൽ കഴിഞ്ഞ പ്രതി ഇന്ന് അടിക്കുള്ളിൽ കഴിയേണ്ടി വരും. ധന്യ. ശരി ഷിജു.